കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് വിവാദം പുതിയ വഴിത്തിരിവിലേക്ക്. സർട്ടിഫിക്കറ്റ് നിർമ്മാണത്തിനപ്പുറം നവജാത ശിശുവിന്റെ അനധികൃതമായ കൈമാറ്റവും നടന്നതായി വ്യക്തമായി. ഗായകൻ അനൂപ് ജി കൃഷ്ണൻ ആശുപത്രിയിലെത്തി ജനന സർട്ടിഫിക്കറ്റ് കൈപ്പറ്റുന്ന ദൃശ്യം അധികൃതർക്ക് ലഭിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഗണേഷ് മോഹന്റെ നിർദ്ദേശപ്രകാരമാണ് ജനന സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചതെന്ന് സസ്പെൻഷനിലായ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് അനിൽകുമാർ പറഞ്ഞു. എന്നാൽ സൂപ്രണ്ട് ആരോപണങ്ങൾ നിഷേധിച്ചു. മെഡിക്കൽ കോളേജിൽ 5 മാസം മുമ്പ് ജനിച്ച പെൺകുഞ്ഞിനെ പ്രസവത്തിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അനൂപ് കൃഷ്ണനും ഭാര്യയ്ക്കും കൈമാറുകയായിരുന്നുവെന്നാണ് വിവരം. കുട്ടിയെ സ്വന്തം പേരിലാക്കുന്നതിന്റെ ഭാഗമായാണ് വ്യാജരേഖ ചമച്ചത്. ആശുപത്രിയിൽ വെച്ച് അനിൽകുമാറിൽ നിന്നും അനൂപ് ജനന സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന CCTV ദൃശ്യങ്ങൾ അധികൃതർക്ക് ലഭിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഗണേഷ് മോഹന്റെ നിർദ്ദേശപ്രകാരമാണ് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചതെന്ന് സസ്പെൻഷനിലായ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് വ്യക്തമാക്കി. വഴിവിട്ട നിരവധി കാര്യങ്ങൾ സൂപ്രണ്ടിന് ചെയ്തിട്ടുണ്ട്. ആരോഗ്യമന്ത്രിയുടെ PS-ന്റെ മകൾക്ക് അനധികൃതമായി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെന്നും അനിൽകുമാർ വെളിപ്പെടുത്തി. ഞാൻ ക്രൂശിക്കപ്പെടുകയാണ് അവിടെ. എന്നെ ഇത് ഏൽപ്പിച്ചത് എനിക്ക് അനൂപിനെ അറിയത്തില്ല. അനൂപിനെ എന്നെ പരിചയപ്പെടുത്തിരുന്നത് എല്ലാം അവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ടാണ്. ഞാൻ അയാൾ പറയുന്നതാണ് ചെയ്യുന്നത്. പക്ഷേ വിഷയം വന്നപ്പോൾ ഞാൻ സസ്പെൻഷനിലായി. മുഴുവൻ വിഷയങ്ങളിലും എന്നിലേക്ക് വരുന്നു. ഞാൻ ഒറ്റപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. മെഡിക്കൽ സൂപ്രണ്ട് പറയുന്ന കാര്യങ്ങൾ ചെയ്തു എന്നുള്ള ഒരു കുറ്റം മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. വേറെ എന്താണ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം പറഞ്ഞു ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് എനിക്കറിയാം. ഞാൻ ചെയ്തത് തെറ്റാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് കാരണം ഇതേ തെറ്റുകൾ എന്നെ കൊണ്ട് പല തവണ ഈ സൂപ്രണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ശിക്ഷ മേടിക്കാൻ തയ്യാറാണ്. പക്ഷെ അതോടൊപ്പം ഇയാളും ശിക്ഷ മേടിക്കണം. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സൂപ്രണ്ട് ഗണേഷ് മോഹൻ പ്രതികരിച്ചു. തട്ടിപ്പ് പിടികൂടിയത് താനാണ്. രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് അനിൽകുമാർ കാലുപിടിച്ചു. രഹന സംഭവം ഉചിതമായ സമയത്ത് റിപ്പോർട്ട് ചെയ്തില്ല. സർട്ടിഫിക്കറ്റ് നൽകിയില്ലെന്ന് രഹന തന്നോട് കള്ളം പറഞ്ഞതായും ഗണേഷ് മോഹൻ പറഞ്ഞു. അനിൽകുമാർ കാലുപിടിക്കുന്ന CCTV ദൃശ്യങ്ങളും ആശുപത്രി പുറത്തുവിട്ടു. ഇത്രയും ഗുരുതരമായൊരു തെറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തെ ഞാൻ സംരക്ഷിക്കാത്തതിന്റെ വൈരാഗ്യം അദ്ദേഹം ഒരു പുകമറ സൃഷ്ടിച്ച് എന്നിലേക്ക് നീട്ടി രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. ഈ ആരോപണം തികച്ചും വ്യാജമാണ്. ഇത് പൊതുസമൂഹം വിശ്വസിക്കരുത്. ഒരു ക്രിമിനലിന്റെ രക്ഷപ്പെടാനുള്ള തന്ത്രമായി മാത്രം നിങ്ങൾ ഇതിനെ കാണണം. എന്ത് അന്വേഷണം നേരിടാനും സ്ഥാപനമെന്ന നിലയിലും മെഡിക്കൽ സൂപ്രണ്ട് എന്ന നിലയിലും വ്യക്തിപരമായി ഞാൻ തയ്യാറാണ്. ഞാൻ ഈ വിഷയത്തിൽ യാതൊരുവിധ ഒളിച്ചുവെപ്പും നടത്തുന്നില്ല. കൃത്യമായ വിഷയമറിഞ്ഞ് അരമണിക്കൂറിനുള്ളിൽ തെളിവുകൾ ശേഖരിച്ച് റിപ്പോർട്ട് ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ് ഞാൻ. തട്ടിപ്പ് പുറത്തുവിടുന്ന തന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കിയതായി നഗരസഭാ ജീവനക്കാരി രഹന പറഞ്ഞു. നമ്മളാണ് അത് കണ്ടുപിടിച്ച് പറഞ്ഞത്. എന്നിട്ടും നമ്മളെ ഇങ്ങനെ ഒരു കുറ്റക്കാരി എന്ന പോലെ കള്ളം മറച്ചു വെക്കുന്നു എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നതിൽ ശരിക്കും പറഞ്ഞ വിഷമമുണ്ട്. വ്യാജരേഖ നിർമ്മാണ കേസിലെ പ്രതിയായ അനിൽകുമാർ ഒളിവിലാണ്. അനധികൃതമായി കുട്ടിയെ കൈപ്പറ്റിയ ഗായകനും സ്ഥലത്തില്ല. ഇരുവർക്കുമായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. വ്യാജ ജനന സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ വകുപ്പുതല അന്വേഷണവും പോലീസ് അന്വേഷണവും ശക്തമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കള്ളത്തരം ചെയ്തയാൾ വീണ്ടും ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. തന്റെ പേഴ്സണൽ സെക്രട്ടറിയുടെ മകൻ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കോവിഡ് ചികിത്സ തേടിയിരുന്നു. അതിന്റെ രേഖകൾ ആശുപത്രിയിലുണ്ട്. നിയമപരമായി തന്നെയാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയതെന്നും വീണ ജോർജ് പറഞ്ഞു. കൂടത്തായി കൊലപാതക പരമ്പര കേസിൽ നിർണായകമായ ദേശീയ ഫോറൻസിക് ലാബ് റിപ്പോർട്ട് പുറത്ത്. കൊല്ലപ്പെട്ടവരിൽ 4 പേരുടെ മൃതദേഹാവശിഷ്ടങ്ങളിൽ സയനൈഡിന്റെ അംശമോ മറ്റു വിഷാംശങ്ങളോ കണ്ടെത്താനായില്ലെന്നാണ് ഫോറൻസിക് റിപ്പോർട്ടിലുള്ളത്. അന്നമ്മ തോമസ്, ടോം തോമസ്, മഞ്ചാടിയിൽ മാത്യു, ആൽഫൈൻ എന്നിവരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ ദേശീയ ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് സയനൈഡോ മറ്റു വിഷാംശമോ കണ്ടെത്താനാകാത്തത്. റോയി തോമസ്, സിലി എന്നിവരുടെ മൃതദേഹത്തിൽ സയനൈഡ് സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. അന്വേഷണ സംഘം കോടതിയിൽ നൽകിയ ലാബ് റിപ്പോർട്ടിന്റെ വിവരമാണ് പുറത്തായത്. 2002 അന്നമ്മ തോമസിനെ ആട്ടിൻ സൂപ്പിൽ ഡോഗ് കിൽ എന്ന വിഷം കലർത്തി നൽകിയും മറ്റു 3 പേരെ സയനൈഡ് നൽകിയും കൊലപ്പെടുത്തിയെന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. അതേസമയം മറ്റു 3 പേരെ കൊലപ്പെടുത്തിയത് സയനൈഡ് നൽകിയാണെന്ന് ജോളിയുടെ കുറ്റസമ്മതമൊഴിയായിരുന്നു. 2019 കൂടത്തായി കേസിൽ മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. തുടർന്ന് മാസങ്ങൾക്ക് ശേഷമാണ് മൃതദേഹാവശിഷ്ടങ്ങൾ ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്ക് അയച്ചത്. ആദ്യം റീജിയണൽ ഫോറൻസിക് ലാബിലും പിന്നീട് ദേശീയ ഫോറൻസിക് ലാബിലുമായിരുന്നു പരിശോധന. മൃതദേഹാവശിഷ്ടങ്ങളുടെ കാലപ്പഴക്കം കാരണമാകാം സയനൈഡിന്റെ അംശമോ വിഷാംശമോ കണ്ടുപിടിക്കാൻ കഴിയാതിരുന്നതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിഗമനം. 2002 2016 ഇടയിലാണ് കൂടത്തായി കൊലപാതക പരമ്പരയുണ്ടായത്. ന്യൂസ് 18 കോഴിക്കോട്.
സംസ്ഥാന വ്യാപകമായ ഗുണ്ടകൾക്കെതിരെ പോലീസ് നടപടി. ഓപ്പറേഷൻ ആഗിന്റെ ഭാഗമായി 7 ജില്ലകൾ 1041 ഗുണ്ടകൾ പിടിയിലായി. പാലക്കാട് 137 പേരെ അറസ്റ്റ് ചെയ്ത് പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. കോഴിക്കോട് നഗരപരിധിയിൽ 69 പേരെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായവരിൽ 8 സ്ഥിരം കുറ്റവാളികളും പിടികിട്ടാപ്പുള്ളികളുമുണ്ട്. കൊച്ചിയിൽ 49 പേരും വയനാട്ടിൽ 109 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി. വാണി ജയറാമിന് നാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം അല്പസമയത്തിനകം ചെന്നൈ വസുനഗർ വൈദ്യശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങ്. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ, മറ്റു മന്ത്രിമാർ, കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖർ അടക്കമുള്ളവർ വാണി ജയറാമിന് ആദരാഞ്ജലി അർപ്പിച്ചു. മരണകാരണം തലയിലേറ്റ മുറിവാണെന്ന് പോലീസ് വ്യക്തമാക്കി. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ വീണു മേശയിൽ തലയിടിക്കുകയായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി. പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് പർവേസ് മുഷാറഫ് അന്തരിച്ചു. രോഗബാധിതനായി ദുബൈയിൽ ചികിത്സയിലായിരുന്നു. സൈനിക മേധാവിയായിരുന്ന സമയത്ത് നവാസ് ഷെരീഫ് ഭരണകൂടത്തെ അട്ടിമറിച്ചാണ് രാജ്യത്തിന്റെ പ്രസിഡന്റായത്. രാജ്യദ്രോഹ കുറ്റങ്ങളുടെ പേരിൽ പാകിസ്ഥാനിലെ കോടതിയിൽ വിചാരണ നേരിടുമ്പോൾ 2016 രാജ്യം വിട്ട മുഷാറഫ് പിന്നീട് മടങ്ങിയെത്തിയിരുന്നില്ല. സൈനിക അട്ടിമറികൾക്ക് കേൾവി കേട്ട പാകിസ്ഥാനിൽ ഏറ്റവും ഒടുവിൽ അതിന് നേതൃത്വം നൽകിയാൽ 1.5 ദശാബ്ദത്തോളം പാക് സൈന്യത്തെയും രാഷ്ട്രീയത്തെയും സംശയമുനയിൽ നിർത്തിയതിന് കാരണക്കാരൻ, പാക് രാഷ്ട്രീയ ചരിത്രത്തിൽ പ്രശസ്തിയുടെ കൊടുമുടിയേറിയ ശേഷം വിസ്മൃതിയിലേക്ക് മറഞ്ഞ ഭരണാധികാരി. ഇന്ത്യ വിഭജനത്തിനു മുമ്പ് 1943 ഡൽഹിയിൽ പർവേസ് മുഷറഫിന്റെ ജനനം. പിന്നീട് പാകിസ്ഥാനിലേക്ക് കുടുംബം കുടിയേറി. കറാച്ചിയിൽ പഠനം പൂർത്തിയാക്കിയ മുഷറഫ് 21-ാം വയസ്സിൽ പാക് സൈന്യത്തിന്റെ ഭാഗമായി. നവാസ് ഷെരീഫ് പ്രധാനമന്ത്രിയായ കാലത്ത് 1998 55-ാം വയസ്സിൽ പാക് സൈനിക മേധാവി. തൊട്ടടുത്ത വർഷം കാർഗിൽ യുദ്ധത്തിന് പിന്നാലെ നവാസ് ഷെരീഫിനെ അട്ടിമറിച്ച് ചീഫ് എക്സിക്യൂട്ടീവായി. അയൂബ് ഖാനും സിയാ ഉൽ ഹക്കിനും ശേഷം പാകിസ്ഥാനിൽ വീണ്ടും ഒരു സൈനിക ഭരണാധികാരി. 2001 സ്വയം പ്രസിഡന്റായി പ്രഖ്യാപിച്ചു. 2007 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ളവരെ തടവിലാക്കുകയും ചെയ്തു. എന്നാൽ പാർലമെന്റിലെ ഇംപീച്ച്മെന്റ് നടപടി ഭയന്ന് 2008 പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞു. രാഷ്ട്രീയത്തിലിറങ്ങിയെങ്കിലും മുഷറഫിന് രാജ്യദ്രോഹം ഉൾപ്പെടെയുള്ള കേസുകളിൽ കോടതികൾ കയറിയിറങ്ങാനായിരുന്നു യോഗം. 2009 UK-യിലേക്ക്, 2013 മടങ്ങിയെത്തിയപ്പോൾ മുഷറഫിന്റെ വീട് സബ് ജയിലാക്കി. മുഷറഫ് അവിടെ തടവുകാരനും. 2016 ദുബായിലേക്ക് മുഷറഫും കുടുംബവും എത്തി. തിരികെ പാകിസ്ഥാനിലേക്ക് മടങ്ങാനാകാത്ത വിധം ദുർബലനായിരുന്നു മുഷറഫ്. പ്രത്യേക കോടതിയുടെ വധശിക്ഷയും നിരവധി കേസുകളും മാത്രമാണ് മുഷറഫിനെ പാകിസ്ഥാനിൽ കാത്തിരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. സംസ്ഥാന ബജറ്റിലെ നികുതി വർധനവിനെതിരെ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ. നിയമസഭയിലും പുറത്തും പ്രതിഷേധം ശക്തമാക്കാനാണ് UDF തീരുമാനം. നാളെ UDF യോഗം തിരുവനന്തപുരത്ത് ചേരും. പദയാത്രകളും ഗൃഹസന്ദർശനങ്ങളും ഉൾപ്പെടെ വിപുലമായ പ്രതിഷേധ പരിപാടികൾ BJPയും സംഘടിപ്പിക്കും. ബഡ്ജറ്റിലെ നികുതി നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് മേൽ അധിക ഭാരമാണെന്ന വ്യാപക വിമർശനം ഉയർന്നു കഴിഞ്ഞു. ബഡ്ജറ്റ് സർക്കാരിനെതിരെ ആയുധമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. നാളെ സഭയിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഉയർത്തും. സഭയ്ക്ക് പുറത്ത് യുവജന സംഘടനകളുടെ വിപുലമായ പ്രതിഷേധവും ഉണ്ടാകും. നാളെ UDF യോഗം തലസ്ഥാനത്ത് ചേരും. DCCകളുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 7 കളക്ടറേറ്റുകളിലേക്ക് പ്രതിഷേധ മാർച്ചിന് ആഹ്വാനം ചെയ്തു കഴിഞ്ഞു. കേന്ദ്രം ഇന്ധനവില വർദ്ധിപ്പിക്കുന്നതിന്റെ പേരിൽ നിരന്തരം വിമർശനം നേരിടുന്ന BJPയും സമരത്തിലേക്കാണ്. നാളെ ബൂത്ത് തലങ്ങളിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തും. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലായിട്ട് ശക്തമായിട്ടുള്ള സമരപരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. വിപുലമായിട്ടുള്ള പദയാത്രകളും ഗൃഹസമ്പർക്കവും ഉൾപ്പെടെയുള്ള ബഹുജന പ്രക്ഷോഭ പരിപാടികൾ പാർട്ടി ആസൂത്രണം ചെയ്തിരിക്കുക. വിമർശനങ്ങൾക്കിടെ ഇന്ധന നികുതി നിർദ്ദേശത്തിൽ സർക്കാർ പുനരാലോചന നടത്തുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ്. സിൽവർ ലൈനിന് ശേഷം സർക്കാരിനെ പ്രഹരിക്കാൻ കിട്ടിയ അവസരമായാണ് ബഡ്ജറ്റിനെ പ്രതിപക്ഷം കാണുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ സമര കോലാഹലങ്ങൾക്ക് സംസ്ഥാനം സാക്ഷ്യം വഹിക്കും. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം നന്ദകുമാർ, ന്യൂസ് 18, തിരുവനന്തപുരം. കണ്ണൂർ കൊട്ടിയൂർ പാലുകാച്ചിൽ പുലിയുടെ സാന്നിധ്യം. വനം വകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞു. മേഖലയിൽ പശുവിനെ പുലി ആക്രമിച്ചതോടെയാണ് ക്യാമറ സ്ഥാപിച്ചത്. പുലിയുടെ സാന്നിധ്യം വനാതിർത്തിയിലാണെന്ന് വനം വകുപ്പ് അറിയിച്ചു. വയനാട് നെന്മേനി എടക്കൽ പ്രദേശത്ത് വീണ്ടും കടുവയുടെ സാന്നിധ്യം. വെള്ളച്ചാട്ടം കവലയ്ക്കടുത്ത തോട്ടത്തിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച വനംവകുപ്പ് പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഭാവി വിഷയങ്ങൾ ആലോചിക്കാൻ ഇന്ന് വൈകിട്ട് അമ്പുകുത്തി ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ യോഗം ചേരും.
വന്യമൃഗശല്യത്തിനെതിരെ കർഷകർ വാരിക്കുഴി സമരത്തിന് ഒരുങ്ങുകയാണ്. അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിലാണ് സമരം. ആനകളെ വെടിവെക്കുമെന്ന ഇടുക്കി DCC പ്രസിഡന്റ് പ്രസ്താവന ഗുരുതരമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. വനം കൊള്ളക്കാരുമായി ബന്ധപ്പെടുന്നത് പറയാതെ പറയുകയാണ്. നിയമം കയ്യിലെടുക്കാൻ ആഹ്വാനം ചെയ്യുന്നത് പോലെയാണ് മാത്യുവിന്റെ വാക്കുകളെന്നും മന്ത്രി വിമർശിച്ചു. താൻ വിളിച്ച യോഗത്തിൽ CP മാത്യുവും പങ്കെടുത്ത് തീരുമാനങ്ങൾ അംഗീകരിച്ചതാണെന്നും AK ശശീന്ദ്രൻ പറഞ്ഞു. ഇടുക്കിയിലെ ആനകളെ തുരത്താൻ എല്ലാ നടപടികളും വനംവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ടെന്നും വനം മന്ത്രി പറഞ്ഞു. ഒരു ചെറിയ ഇടവേളയിലേക്ക്. ആകാശത്ത് വിസ്മയം തീർത്ത സൂര്യകിരൺ എയറോബാറ്റിക് ടീമിന്റെ വ്യോമാഭ്യാസം. ശംഖുമുഖം തീരത്ത് നടന്ന എയറോബാറ്റിക് ഷോ കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയത്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ GS ജില്ലോന്റെ നേതൃത്വത്തിലായിരുന്നു അഭ്യാസ പ്രകടനം. 2017 ശേഷം ഒരിക്കൽ കൂടി ശംഖുമുഖം തീരം വ്യോമസേനയുടെ ശക്തി പ്രകടനത്തിന് സാക്ഷിയായി. ഇന്ത്യൻ വായുസേനയുടെ യുദ്ധവിമാനങ്ങളിലെ പൈലറ്റുമാർക്ക് പരിശീലനം നൽകുന്ന സൂര്യകിരൺ ടീം. Let me tell you that the team is based in Bidar, Karnataka. At this base, our team trains for 6 months, day in and out, and showcases the capabilities of the Indian Air Force for the rest of the 6. ഏഷ്യയിലെ തന്നെ മികച്ച വ്യോമാഭ്യാസ സംഘം സൂര്യകിരണിന്റെ എയറോബാറ്റിക് ഷോ കാണികളെ അമ്പരപ്പിച്ചു. Across the length and breadth. From the left, the team is now performing a barrel roll. Suryakiran's are making a forward-moving spiral in the skies without changing their diamond formation. This beautiful diamond in the skies is dedicated to all the beautiful ladies in the audience today. ചുവപ്പും വെള്ളയും നിറമുള്ള MK 132 ശ്രേണിയിൽ ഉൾപ്പെടുന്ന ഹോക്ക് യുദ്ധവിമാനങ്ങൾ നടത്തിയ അഭ്യാസ പ്രകടനങ്ങൾ കാണികളിൽ ആവേശവും കൗതുകവും നിറച്ചു. എയറോബാറ്റിക് ഷോ കാണാൻ നിരവധി സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും എത്തി. बहुत अच्छा लगा, हम लोग एयरफोर्स की है, बहुत अच्छा लगा. Excellent, fantastic. It was excellent. Super program. Okay. हाँ, बहुत अच्छा लगा मेरे को, बहुत अच्छा लगा. Very nice. बहुत अमेजिंग था, बहुत मजा आया था. Very interesting it was. Interesting ആയിരുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ സൂര്യകിരൺ 1996 മുതൽ അഭ്യാസ കാഴ്ച ഒരുക്കുന്നുണ്ട്. രാജ്യത്തിനകത്തും പുറത്തുമായി 600 ഷോ പൂർത്തിയാക്കി. ആകാശത്തെ വിസ്മയ കാഴ്ച എന്നതിനപ്പുറം വ്യോമസേനയുടെ കരുത്ത് തെളിയിക്കുന്നത് കൂടിയായി ഇന്ന് ശംഖുമുഖത്ത് സൂര്യകിരൺ നടത്തിയ അഭ്യാസ പ്രകടനം. ബിപിൻ മുരളിക്കൊപ്പം VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. അമേരിക്കയുടെ ആകാശത്ത് കുറേ ദിവസങ്ങളായി പിറന്ന ചൈനീസ് ചാര ബലൂൺ വെടിവെച്ചിട്ട് 20 കിലോമീറ്ററോളം ഉയരത്തിൽ പറന്ന ബലൂൺ യുദ്ധവിമാനം ഉപയോഗിച്ചാണ് തകർത്തത്. ചാര ബലൂണിൽ അമേരിക്ക ചൈന നയതന്ത്ര ബന്ധം വീണ്ടും വഷളായി. ഇന്ത്യയെ നിരീക്ഷിക്കാൻ ചാരക്കപ്പലുകളുമായി വന്ന് ഇടയ്ക്കിടെ ലങ്കൻ തീരത്ത് നങ്കൂരമിടുന്ന ചൈന അമേരിക്കയ്ക്ക് മുകളിൽ പറത്തിയത് കൂറ്റൻ ബലൂൺ. ഹീലിയം നിറച്ച ചാര ബലൂൺ ദിവസങ്ങൾക്ക് മുമ്പേ അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ കണ്ണിൽപ്പെട്ടു. വെടിവെച്ചിട്ടാൽ ജനങ്ങൾക്കുള്ള സുരക്ഷാ ഭീഷണി കണക്കിലെടുത്ത് നടപടി വൈകിപ്പിക്കുകയായിരുന്നു. പ്രസിഡന്റ് ജോ ബൈഡന്റെ അന്തിമാനുമതി കിട്ടിയതോടെ കരോലിന തീരത്തിന് 6000 അടിക്ക് മുകളിൽ F-22 യുദ്ധവിമാനങ്ങൾ കുതിച്ചു. വിമാനത്തിൽ നിന്നുള്ള ചെറു മിസൈൽ ബലൂൺ തകർത്തു. On Wednesday, when I was briefed on the balloon, I ordered the Pentagon to shoot it down on Wednesday as soon as possible. They decided without doing damage to anyone on the ground.
they decided that the best time to do that was as it got over water outside within 12-mile limit. It successfully took it down, and I want to compliment our aviators who did it, and we'll have more to report on this a little later. ക്യാമറകളും റഡാറുകളും സെൻസറുകളും ഘടിപ്പിച്ച ബലൂണിലെ സോളാർ പാനലിന് 2 ബസ്സുകളുടെ വലിപ്പമുണ്ട്. അമേരിക്കൻ നടപടിയിൽ അതൃപ്തി ചൈന പരസ്യമാക്കി. ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്നും അമേരിക്കയുടേത് അമിത പ്രതികരണമെന്നും മറുപടി. ചാരവൃത്തിക്കുള്ളതല്ലെന്നും അബദ്ധം പറ്റിയാണ് ബലൂൺ യുഎസിന് മുകളിലെത്തിയതെന്നും ചൈന നേരത്തെ സമ്മതിച്ചിരുന്നു. ഇതിനിടെ ട്രംപിന്റെ ഭരണകാലത്തും 3 ചാര ബലൂണുകൾ അമേരിക്കയ്ക്ക് മുകളിലെത്തിയെന്ന് പെന്റഗൺ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി. ബലൂണിന്റെ പേരിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വീണ്ടും വഷളാവുകയാണ്. അടുത്ത ദിവസത്തെ ചൈന സന്ദർശനം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ റദ്ദാക്കി. 2018 മൈക്ക് പോംപിയോ ആണ് അവസാനമായി ചൈനയിലെത്തിയ അമേരിക്കൻ ഭരണത്തിലെ ഉന്നതൻ. ബലൂൺ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ അമേരിക്കൻ നാവിക കപ്പലുകൾ തെരച്ചിൽ തുടങ്ങി. ഇതിനിടെ കോസ്റ്ററിക്കയ്ക്ക് മുകളിലും സമാനമായ ബലൂൺ കണ്ടെത്തിയെന്ന റിപ്പോർട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. ഭാര്യയെ തല്ലിയതിന് മുൻ ക്രിക്കറ്റ് താരം വിനോദ് കാംബ്ലെക്കെതിരെ കേസെടുത്ത് മുംബൈ പോലീസ്. മദ്യലഹരിയിൽ ആക്രമിച്ചുവെന്നാണ് പരാതി. പാചകത്തിന് ഉപയോഗിക്കുന്ന പാനിന്റെ ഹാൻഡിൽ കൊണ്ട് എറിഞ്ഞുവെന്നും തലയ്ക്ക് പരിക്കേറ്റുവെന്നും ഭാര്യ ആൻഡ്രിയ നൽകിയ പരാതിയിൽ പറയുന്നു. ബാറ്റ് കൊണ്ട് മർദ്ദിക്കാൻ ശ്രമിച്ചതായും പരാതിയിലുണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ പച്ചക്കറികളും വിളയിച്ചെടുക്കുകയാണ് മലപ്പുറം കാളികാവ് കറുത്തേനിയിൽ CT മുഹമ്മദ്. വിഷരഹിത പച്ചക്കറി ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്ത കൈവരിച്ച മുഹമ്മദിന്റെ കൃഷിരീതി എല്ലാവർക്കും മാതൃകയാണ്. അങ്ങാടികൾ കേന്ദ്രീകരിച്ചാണ് വിഷരഹിത പച്ചക്കറിയുടെ വിൽപ്പന. ഒരു കൃഷിയിടത്തിൽ എന്തെല്ലാം കൃഷി ചെയ്യാമെന്ന് ചോദിച്ചാൽ CT മുഹമ്മദ് പറയും ആഗ്രഹിക്കുന്നതെല്ലാം എന്ന്. പറയുക മാത്രമല്ല, അദ്ദേഹം അത് പ്രായോഗികമായി ചെയ്തുകൊണ്ടിരിക്കുകയുമാണ്. കൃഷിഭൂമി പാട്ടത്തിനടുത്ത് എല്ലാത്തരം പച്ചക്കറികളും മുഹമ്മദ് കൃഷി ചെയ്യുന്നുണ്ട്. വീട്ടാവശ്യത്തിനുള്ളത് അടുക്കളത്തോട്ടത്തിലും വിളയിക്കുന്നു. അടുക്കളത്തോട്ടം 2 നില പന്തലായിട്ടാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. 1-ാം നിലയിൽ തക്കാളി, വഴുതന, പയർ എന്നിവയും 2-ാം നിലയിൽ പാവയ്ക്ക, കോവയ്ക്ക എന്നിവയും. കൃഷി ശാസ്ത്രീയ രീതിയിലായതിനാൽ വിളവും നൂറുമേനി. എല്ലാവരും ഇതിലേക്ക് ഇറങ്ങി എല്ലാ പച്ചക്കറികളും ഉണ്ടാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വളരെ സംതൃപ്തനാണ്. രാവിലെ എണീറ്റ് എല്ലാ കൃഷിയിൽ കൂടെ ഒക്കെ പോയി എല്ലാതും ഒക്കെ നോക്കി അത് മാനസികമായിട്ട് സുഖമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം അതിജീവിക്കാൻ കഴിയുന്നത് ഈ കൃഷി ഒന്നുകൊണ്ടാണെന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് CT മുഹമ്മദ്. ന്യൂസ് 18 മലപ്പുറം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.